വാർത്തകൾ വിശദമായി നോക്കാം. യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്നും വ്ളാഡിമിർ പുടിനെ പിന്തിരിപ്പിച്ചത് നരേന്ദ്രമോദിയെന്ന് പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ടയോഫിൽ ബർട്ടോഷ്വസ്കി. പുടിനെ നിരന്തരം ഇക്കാര്യങ്ങളിൽ നിന്നും ശക്തമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏക നേതാവ് നരേന്ദ്രമോദി മാത്രമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതവും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര ബന്ധമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരത്തിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ആദ്യം പ്രതികരണത്തിലേക്ക്. The importance of India, giving the role the Honourable Prime Minister Modi plays in world politics. I think he's already tried to persuade President Putin to show restraint some years ago. I mentioned that on Indian television that he was one of the two people who called President Putin to not to attempt to use tactical nuclear weapons on the territory of Ukraine in 2022, and I think he has definitely a role to play. Yes, വിരളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായൊരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും ഭാരതത്തിനെതിരെയുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, അതോടൊപ്പം തന്നെ ലോകത്തെവിടെയുമുള്ള യുദ്ധത്തിൽ നിർണായകമായ ആ ഒരു യുദ്ധം നിർത്താൻ പങ്കുവഹിക്കാൻ ശേഷിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ വരുന്ന ഈ ഒരു പ്രതികരണത്തിൽ നിന്നും നമ്മുടെ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ആ വ്യക്തമായ വാക്കുകൾ വിദേശകാര്യമന്ത്രി ടയോഫിൽ ബർട്ടോഷ്വസ്കിയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആ ഒരു പ്രതികരണത്തിന്റെ വിവരങ്ങൾ ആദ്യം. അമൽ, തീർച്ചയായും അദ്ദേഹം പറഞ്ഞത്, ടയോഫിൽ ബർട്ടോഷ്വസ്കി പറഞ്ഞ വാക്കുകളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2022 ആണവായുധം പ്രയോഗിക്കാനുള്ളൊരു നീക്കം, യുക്രൈനെതിരെ പ്രയോഗിക്കാനുള്ളൊരു നീക്കം 2022 പുടിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ചിരുന്നു. അതിൽ നിന്നും കൃത്യമായി പുടിനെ പിന്തിരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് കൃത്യമായി അദ്ദേഹം പറയുകയായിരുന്നു. ഇന്നലെ നടന്നൊരു കോൺഫറൻസിൽ ഇക്കാര്യം പരാമർശിക്കുകയും അതിനുശേഷം വളരെ കൃത്യമായി വാർത്താമാധ്യമങ്ങളോട് ഇക്കാര്യം സ്പെസിഫിക്കായി പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം എന്നതാണ്. അത് കൃത്യമായി ഉറപ്പിച്ച് തന്നെ, അതായത് നേരത്തെ പറഞ്ഞൊരു പാസ് ഓൺ കമൻറ്റ് എന്നത് രീതിയിലല്ല, തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് എന്ന രീതിയിൽ തന്നെയാണ് പോളണ്ട് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ടോഫിലിൻ്റെ ഈ പരാമർശത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, ഈ യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ പല സാഹചര്യങ്ങളും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് യുക്രൈനിൽ യുദ്ധം ആരംഭിക്കുകയും ഭാരതത്തിലേക്ക് വരുന്നവരെ പോളണ്ടിൽ എത്തിച്ചതിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന വിശാലമായ ഇടപെടലുകൾ ഈ രാജ്യവുമായി ചേർന്ന് ഭാരതം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടന്നൊരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയ രാജ്യങ്ങളാണ് ഇതൊക്കെ. ഈ രാജ്യങ്ങളുടെയൊക്കെ ഇടപെടൽ പരസ്പര ധാരണയോടെ തന്നെ നടക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം നമുക്കറിയാവുന്നതാണ്, വളരെ ചെറിയൊരു ഇടവേളയിൽ, ഒരു മാസത്തിൻ്റെ താഴെയുള്ള ഇടവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനും റഷ്യയും സന്ദർശിക്കുകയും അവിടെയാണ് ഏറ്റവും നിർണായകമായൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഭാരതത്തിൻ്റെ ശ്രീബുദ്ധൻ്റെ നാടായ ഭാരതത്തിൽ നിന്നാണ് താൻ വരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ നിന്ന് വരുന്ന താൻ അഹിംസയുടെ വക്താവാണെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണമെന്നും ഒരു നിലപാട് കൃത്യമായി പ്രധാനമന്ത്രി മോദി പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പല പരാമർശങ്ങളും ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഒരു സങ്കീർണമായ പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കേവല പ്രഖ്യാപനം എന്നതിനപ്പുറം അക്കാര്യത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നടത്തിയ ഇടപെടലിൻ്റെ ഒരു കൃത്യമായ നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടി, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയതെന്ന് ടയോഫിൽ ബർട്ടോഷ്വസ്കി ഇപ്പോൾ പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിശ്വഗുരു എന്ന പ്രഖ്യാപനം, അല്ലെ വിശ്വഗുരു എന്ന ഒരു പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നടത്തുന്നത് വെറുതെയല്ല, അത് വസ്തുതയാണ്. ഇത്തരം ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിന് പല കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭാരതവുമായി നിലനിൽക്കുന്ന ശക്തമായ ബന്ധം എല്ലാം തന്നെ അത് സ്വാധീനിക്കാനുള്ളൊരു ഘടകമാണ്. നമുക്കറിയാവുന്നതാണ്, റഷ്യ എണ്ണ വിൽപ്പനയുടെ കാര്യത്തിലൊക്കെ ഭാരതം റഷ്യയുമായി വലിയ തോതിൽ സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വൻതോതിൽ സഹകരിച്ച് റഷ്യയുമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ റഷ്യയെ നിർദ്ദേശിക്കുന്നതിനും റഷ്യയെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കൃത്യമായ ഇടപെടൽ, റഷ്യയുടെ കാര്യത്തിൽ സ്വാധീനമുറപ്പിക്കുന്ന ഒരു ഇടപെടൽ നടത്താൻ ഭാരതത്തിനും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ വിശേഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ഈ ഒരു അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നതിനപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായി നിലകൊള്ളാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. മറ്റൊരു നിർണായക വിഷയം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, UN സെക്യൂരിറ്റി കൗൺസിൽ പരിഷ്കരിക്കണം, അതുപോലുള്ള UN സംവിധാനങ്ങൾ പരിഷ്കരിക്കണമെന്ന ഭാരതത്തിൻ്റെ ആവശ്യം ഇത്തരം പ്രശ്നങ്ങൾ കൂടിയുള്ള ഒരു സാഹചര്യത്തിലാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നതും വളരെ വ്യക്തമാണ്. UN സുരക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വവും അതുപോലുള്ള ശക്തമായ സ്വാധീനവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പരിഷ്കരണം നടക്കുമ്പോൾ അതിൽ ഭാരതത്തിൻ്റെ റോള് വളരെ പ്രധാനമാവുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത കൂടി ഒരു അന്താരാഷ്ട്ര സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ പ്രസ്താവനയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അമൽ.